بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. അദാബുൽ ഖബർ മനസ്സിലാക്കാനുള്ള ഒരു 3 സ്റ്റെപ്പാണ് പറഞ്ഞത്. മൂന്നാമത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന അവൻ്റെ വേണ്ടാധീനങ്ങൾ, അവൻ ചെയ്യുന്ന അതിക്രമങ്ങൾ, അതെല്ലാം അവനിൽ പാമ്പായും തേളായും വന്ന് ഭവിക്കും. അത് ഭൗതിക ലോകത്ത് തന്നെ ആ ഒരു അവസ്ഥ ഉണ്ടാകും. അതിനെ സംബന്ധിച്ചുള്ള ഉദാഹരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും അതിൻ്റെ ബാക്കി അദ്ദേഹം പറയുന്നു. വൽ മഖ്സൂദു, ഇവിടെ പറഞ്ഞതിൻ്റെ ആകെ ലക്ഷ്യം, അന്ന റജുല, ഒരാള് ഖദിയുഹിബ്ബു ഫർസഹു, അയാളുടെ കുതിരയെ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണം, അയാളുടെ ഇന്നോവ കാറിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു, അയാൾക്ക് വേണ്ട അയാളുടെ മണിമന്ദിരങ്ങളെ അയാൾ ഇഷ്ടപ്പെടുന്നു. ബിഹൈസ്, ഈ നിലയിൽ, ഏത് നിലയിൽ? ലൗ ഖുയ്യിറ ബൈന അൻ യുഖദ മിൻഹു, ലൗ ഖുയ്യിറ, അയാൾക്ക് ഇഷ്ടം നൽകപ്പെട്ടാൽ, സ്വാതന്ത്ര്യം നൽകപ്പെട്ടാൽ, ബൈന അൻ യുഖദ മിൻഹു, ആ കുതിരയിൽ നിന്നും പിടിക്കപ്പെടുന്നതിനെ, ആ കുതിരയെ അവനിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്നതിൻ്റെയും, ബൈന അൻ യുഖദ, ആ കുതിരയെ പിടിച്ചെടുക്കപ്പെടുന്നതിൻ്റെയും, മിന്നു അവനിൽ നിന്നും, ബൈന അൻ തൽദഹു, അവനെ കടിക്കുന്നതിൻ്റെയും ഇടയിൽ, അക്രബൻ, തേള്, രണ്ടാമത് നിനക്കുണ്ടാകും. ഒന്നുകിൽ കുതിര നിന്നിൽ നിന്നും പിടിച്ചെടുക്കപ്പെടും, അല്ലെങ്കിൽ നിന്നെ തേള് കൊത്തും. ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറഞ്ഞാൽ ആസറ, അവൻ തെരഞ്ഞെടുക്കും അസ്സബ്ര അലാ ലദ്ഗിൽ അക്രബി, തേളിന്റെ കടിയുടെ മേലുള്ള ക്ഷമയെ അവൻ തെരഞ്ഞെടുക്കും. എന്നാലും കുതിരയെ അവൻ വിടില്ല. അഥവാ ഭൗതികമായ വിഭവങ്ങൾ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ചെറിയ ശിക്ഷ വേറെ ഉണ്ടാവുക, അവൻ തിരഞ്ഞെടുക്കുന്ന ആ വേറെ ശിക്ഷയായിരിക്കും. ഭൗതിക വിഭവങ്ങൾ നഷ്ടപ്പെടുന്നവന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇതിനേക്കാൾ വേദനയുള്ളതാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പല വഴിയിലൂടെ ഈ ഖബർ ശിക്ഷയെ ഭൗതികമായി തെളിച്ചു കൊണ്ടുവരിക. അപ്പൊ ഇതിന് അന്നേരത്ത് അലമു ഫിറാഖിൽ ഫർസി, കുതിര നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്തോ അവന്റെ അടുക്കൽ അഅ്ളമു മിനൽ അഖ്റബി, തേള് കടിക്കുന്നതിനേക്കാൾ അഅ്ളമാണ്. വഹുബ്ബുൽ ഫർസ, കുതിരയെ അവൻ ഇഷ്ടപ്പെടുക എന്നുള്ളത്, ഹുവ അല്ലദീ യൽദഗുഹു, അതാണ് അവനെ കടിക്കുന്നത്. ഇദാ ഉഖിദ മിന്നു ഫർസു, അവനൊന്നും ആ കുതിരയെ പിടിച്ചെടുക്കപ്പെട്ടാൽ അത് തന്നെയാണ് അവനക്കുള്ള കടി. അവനെ ഉപദ്രവിക്കുന്നത് അതാണ്, കൊത്തുന്നത് അതാണ്, അത് കൊത്തലായി അനുഭവപ്പെടും. അതുകൊണ്ട് ഫൽ യസ്തഅദ്ദ ലിഹാദിഹിൽ ലദ്ഗാതി, ഈ കൊത്തലുകളിൽ, ഈ കടികളിൽ, എനിക്കറിയാവുന്ന മലയാളമാണ് ഞാൻ പറയുന്നത്, മലബാറിലെ ഉസ്താദന്മാർക്ക് ക്ഷമിക്കുക. ഫൽ യസ്തഅദ്ദ ലിഹാദിഹിൽ ലദ്ഗാതി, ഈ കൊത്തലുകൾക്ക് വേണ്ടി, അഥവാ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവൻ തയ്യാറാകട്ടെ. ആ കൊത്തലുകൾ അവനെ വേക്കാതിരിക്കാൻ വേണ്ടി അവൻ തയ്യാറായിക്കോട്ടെ. കാരണം ഫൈനൽ മൗത്ത, മരണം എന്ന് പറയുന്നത്, യഖുദു മിൻ, അവനിൽ നിന്നും അത് പിടിച്ചെടുക്കും, ഫർസഹു, അവന്റെ കുതിരയെ, വമർക്കബഹു, അവന്റെ വാഹനത്തെ, വദാറഹു, അവന്റെ ഭവനത്തെ, വാക്കാറഹു, അവന്റെ പറമ്പ്, പിന്നെ എന്താണ് പറയുക, പുരയിടങ്ങളെ, അവനക്കുള്ള വസ്തുവകകൾ, റബ്ബർ, അതുപോലുള്ള കൃഷിയിടങ്ങളുണ്ടല്ലോ. വാഹിദു, അവന്റെ കുടുംബത്തെ, വലതു, അവന്റെ കുഞ്ഞിനെ, വഅഹ്ബാബഹു, അവന്റെ സ്നേഹിതന്മാരെ, വമആരിഫഹു, അവന് പരിചയമുള്ള പലതിനെയും, വയഖുദു മിന്നു, ആ മരണം അവനിൽ നിന്നും പിടിച്ചെടുക്കും, ജാഹു, അവന്റെ പ്രതാപത്തെ, വഖബൂലുഹു, അവന്റെ സ്വീകാര്യതയെ, ബൽ എന്നല്ല, യഖുദു, ആ മരണം പിടിച്ചെടുക്കും, മിന്നു അവനിൽ നിന്നും, സമഅഹു, അവന്റെ കേൾവിയെ, വബസറു, അവന്റെ കാഴ്ചയെ, വഅഅ്ളാഹു, അവന്റെ അവയവങ്ങളെ, വയഅസു, അവൻ നിരാശനാകും, മിൻ റുജൂഇ ജമീഇ ദാലിക ഇലൈഹി, അവനിലേക്ക് ഇതെല്ലാം മടങ്ങി വരുന്നതിൽ നിന്ന് അവൻ നിരാശനായി, ഇനി മടങ്ങി വരുന്ന പരിപാടിയില്ല. അപ്പൊ ഫൈദാലം യുഹിബ്ബ, ഒരാള് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, സിവാഹു, ഇവകൾ അല്ലാത്തതിന്, ഈ ജമീഉ ദാലിക അല്ലാത്തതിന്, വേറെ ഒന്നിനെയും, അഥവാ അള്ളാഹുവിനെ അല്ല അവൻ ഇഷ്ടപ്പെട്ടത്, അവൻ ഇതിനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. ഏതവസ്ഥയിൽ? വഖദ് ഉഖിദ ജമീഉ ദാലിക, ഇതിനത്തെല്ലാം പിടിച്ചെടുക്കപ്പെട്ടു, മിന്നു അവരിൽ നിന്നും. എന്നാൽ ഫദാലിക, അത് അഅ്ളമു അലൈഹി, അവന്റെ മേൽ ഏറ്റവും കടുപ്പമായിരിക്കും, മിനൽ അകാരിബി വൽ ഹയ്യാത്തി,
തേളുകളും പാമ്പുകളും കൊത്തുന്നതിനേക്കാൾ കടുപ്പമായിരിക്കും. വകമാലൗ ഉഖിദ ദാലിക മിൻഹു വഹുവ ഹയ്യുൻ വകമാലൗ ഉഖിദ ദാലിക, അഥവാ ഇതിനെ പിടിച്ചെടുക്കപ്പെട്ടാൽ അവനിൽ നിന്നും, അവൻ ജീവിച്ചിരിക്കെ പിടിച്ചെടുക്കപ്പെട്ടാൽ ഫയഅ്ദുമു ഇക്കാബുവിന്റെ ശിക്ഷ ഭയാനകമാകും ഇതിനെല്ലാം പിടിച്ചെടുക്കുകയാണെങ്കിൽ. കഥാലിക്ക് ഇപ്രകാരം തന്നെയാണ് ഇതാ മാത്തവൻ മരിച്ചാലും. കാരണം മരിക്കുമ്പോൾ ഇതെല്ലാം പിടിച്ചെടുക്കപ്പെടുകയാണല്ലോ. കാരണം അന്ന കത് ബയ്യന്ന, നാം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, അന്നൽ മഅനല്ലദീ ഹുവൽ മുദ്രിക്കുലിൽ ആലാമി, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും വേദനകളെ എത്തിക്കുന്ന ആ ഒരു മഅനയുണ്ടല്ലോ, റൂഹ് വല്ലത, രസങ്ങളെയും വേദനകളെയും, ആ മഅന ലം യമുത്, അത് മരിച്ചു പോവില്ല. ശരീരം വേർപെട്ട് റൂഹ് വേർപെടുന്നേ ഉള്ളൂ. ആ വേദന എന്ന് പറയുന്നത് അത് അവന് നിലനിൽക്കും. അഥവാ അവന്റെ റൂഹിൽ ആ ലദ്ദത്ത്, വേദനയൊക്കെ അനുഭവിക്കുന്ന അവസ്ഥ നിലനിൽക്കും. ബൽ എന്നല്ല അദാബുഹു, അവനുള്ള അദാബ് ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം അശ്വത്ഥത കഠിനമായിരിക്കും. അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. കാരണം നിശ്ചയമായും അവൻ ഫീൽ ഹയാത്ത്, ജീവിതകാലത്ത് ഈ പറഞ്ഞ സ്വത്തിനേക്ക് പിടിച്ചെടുക്കുകയാണെങ്കിൽ തന്നെയും യതസല്ല, അവൻ ആശ്വസിക്കും, ബി അസ്ബാബിൻ യശ്ഗലു ബിഹ, ബി അസ്ബാബിൻ, ചില കാര്യങ്ങളെ കൊണ്ട്, കാരണങ്ങളെ കൊണ്ട്, യശ്ഗലു ബിഹ, ആ കാരണങ്ങൾക്കുമായിട്ട് ജോലിയാകും. ഹവാസുഹു, അവന്റെ ബോധമണ്ഡലം, അവന്റെ ബോധമണ്ഡലം ജോലിയാകുന്ന വേറെ പല കാര്യങ്ങളുണ്ടല്ലോ. മിൻ മുജാലസത്തിൻ, ഏതൊക്കെയെല്ലാം കൂട്ടുകാരോടൊപ്പം ഇരിക്കുക, മുഹാദസത്തിൻ, പരസ്പര സംഭാഷണം നടത്തുക, അപ്പോൾ ഒരു സമാധാനം വരും. മാത്രമല്ല വയത്തസല്ല, അവൻ ആശ്വസിക്കും, ബി റജാഇൽ ഔദിയിലേഹി, അവനിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത, ആ റജാ, ആ ഒരു പിന്നെ ആശ അല്ലെങ്കിൽ പ്രതീക്ഷ, ആ പ്രതീക്ഷയിൽ അവൻ ആശ്വസിക്കും. വയത്തസല്ല ബി റജാഇൽ ഇവദി മിന്നു, നഷ്ടപ്പെട്ടാലും അതിൽ നിന്നും വേറെ പലതും പകരം കിട്ടും അങ്ങനെ ഒരു ആശ്വാസവും ഉണ്ടാകും. വലാ സൽവത ബഅദൽ മൗതി, മരണത്തിന് ശേഷം ഒരു ആശ്വാസത്തിന്റെയും വഴിയില്ല. ഇത് കാരണം ഖദിൻസദ്ദ അലി, അവന്റെ മേൽ അടഞ്ഞു കഴിഞ്ഞു, തുറുക്കു തസല്ലി, ആശ്വാസത്തിന്റെ വഴികളെല്ലാം. വഹസലൽ യഹ്സ, യഹ്സ് അവന് കരസ്ഥമാവുകയും ചെയ്തു, നിരാശ. അത് പിന്നെ വേറെ മാർഗമില്ല, സന്തോഷം മടങ്ങി വരാനുള്ള വേറെ ഒരു മാർഗവും ഇല്ല. അപ്പൊ അതിന് അന്നേരത്ത് കുല്ലു ഖമീസില്ലോ, അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ അവന്റെ ഖമീസും, മിന്തിയിലും, അവന്റെ മിന്തിയിൽ, തൂവാല, അവൻ ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ, കഥ അഹബ, അതിനെ അവൻ ഇഷ്ടപ്പെട്ടു. ബിഹൈസി നിലയിൽ കാന യശുക്കു അലൈഹി, അവന്റെ മേൽ ബുദ്ധിമുട്ടാകുമായിരുന്നു. ലൗ ഉഖിദ മിൻഹു, അതിനെ അവനിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ടാൽ. ഇനിയിപ്പോ അവൻ ശേഷിക്കുന്നു മുതാസിഫൻ അലൈഹി, അതിന്റെ മേൽ ദുഃഖിതനായ നിലയിൽ തിരിച്ചു കിട്ടത്തില്ല. മുഅദ്ദബൻ ബിഹി, അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെട്ട നിലയിൽ. അപ്പൊ ഫൈൻകാന മുഹിഫൻ ഫി ദുനിയ, അവൻ ദുന്യാവില് പിന്നെ ഇതിനെല്ലാം ലഘുവായി കണക്കാക്കുന്നവനാണ്. അത് പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത് അവൻ ഇതിനെല്ലാം ലഘുവായി കണക്കാക്കുന്നവനാണെങ്കിൽ സലിമ, അവൻ രക്ഷപ്പെടും. വഹുവൽ മഅനാ ബി ഖൗലിഹിം, അതാണ് പിന്നെ ജനങ്ങൾ പറയുന്ന ഖൗലിന്റെ മാന. എന്താണ്? നജൽ മുഹിഫൂൻ എന്ന് പറയാറുണ്ട്. ലഘുവായി കണക്കാക്കുന്നവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇത് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ വലുതാണ്, എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ടേ രക്ഷയുള്ളൂ എന്നെല്ലാം കരുതുന്നവനക്കാണ് ഇത് വിട്ടുമാറുമ്പോൾ വിഷമം ഉണ്ടാകുന്നത്. അത് പോട്ടെ എന്ന് വെക്കുന്നവൻ അവൻ രക്ഷപ്പെടും. വൈകാനം മുസ്കിലൻ, ഇതിനെല്ലാം ഭാരമായി കരുതിയാൽ അതൊക്കെ അവന്റെ പിന്നെ ആത്മീയതയെ നശിപ്പിക്കുന്ന ഭാരമായി കഴിഞ്ഞാൽ അതും ആദാബ്, അവന്റെ ആദാബ് ഭയങ്കരമായിട്ട് മാറും. കമാന്ന ഹാലമൻ, ഒരാളുടെ അവസ്ഥ, യുസ്റഖു മിന്നു, അവനിൽ നിന്നും മോഷ്ടിക്കപ്പെടുന്നു, ദീനാറുൻ, ഒരു ദീനാറിനെ മോഷ്ടിക്കപ്പെടുന്നവന്റെ അവസ്ഥ, അഹഫു, അത് ലഘുവാണ്, മിൻ ഹാലിമൻ, ഒരാളുടെ അവസ്ഥയേക്കാൾ, യുസ്റഖു മിൻ, അവനിൽ നിന്നും പിടിച്ചെടുക്കപ്പെടും, അസ്റത്തു ദനാനീറ, 10 ദീനാറുകളെ മോഷ്ടിക്കപ്പെടുന്നവനേക്കാൾ അഹഫാണ് ഒരു ദീനാർ മോഷ്ടിക്കപ്പെടുന്നവന്റെ അവസ്ഥ എന്നതുപോലെ. കദാലിക, അപ്രകാരം, ഹാലു സാഹിബി ദിർഹമി, ഒരു ദിർഹമിന്റെ സാഹിബിന്റെ അവസ്ഥ, അഹഫു മിൻ ഹാലി സാഹിബി ദിർഹമീനി, 2 ദിർഹമിന്റെ അവസ്ഥ വ്യക്തിയേക്കാൾ അഹഫാണ്. വഹുവൽ, അതാണ് അൽ മഅനാ ബി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം, സാഹിബു ദിർഹമി, ഒരു ദിർഹമിന്റെ സാഹിബ്, അഹഫു ഹിസാബൻ, ഹിസാബിനാൽ അവൻ അഹഫാണ്, മിൻ സാഹിബി ദിർഹമീനി, 2 ദിർഹമിന്റെ സാഹിബിനേക്കാൾ എന്ന് പറഞ്ഞതിന്റെ മാനയും ഇങ്ങനെ തന്നെയാണ്. 2 ദിർഹം പോകുമ്പോൾ അവനക്കുണ്ടാകുന്ന വിഷമം 1 ദിർഹം പോകുന്ന വിഷയത്തിലില്ല. വമാമിൻ ഷൈഇൻ ഫിത് മിന ദുനിയാവെന്നുള്ള ഒരു വസ്തുവും ഇല്ല,
യതഖല്ലഫു അത് പിന്തും അങ്ക നിന്നെ തൊട്ട് ഇന്ദൽ മൗത്ത് മരണപ്പെടുന്ന അവസരത്തിൽ നിന്നെ തൊട്ട് പിന്തിപ്പോകുന്ന, അതായത് ദുന്യാവിൽ തന്നെ ശേഷിക്കുന്ന ഒരു വസ്തുവുമില്ല. ഇല്ലാ വഹുവ ഹസ്റത്തുൻ അലൈക, അത് നിന്റെ മേൽ ദുഃഖമായിട്ടല്ലാതെ ബഅദൽ മൗത്തി. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. യജമാനനെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫൈൻ ചെയ്ത നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്തക്സിർ, ആ ദുഃഖിതമായ കാര്യങ്ങൾ വർദ്ധിപ്പിച്ചോ. അവ മരിക്കുമ്പോൾ ദുഃഖം കൂടും. ഫൈൻ ചെയ്ത ഇനി ഉദ്ദേശിച്ചാൽ ഫസ്തക്കിൽ കുറയ്ക്ക്, അപ്പൊ ദുഃഖം കുറയും. ഫൈനിസ്തക്സർത്ത നീ വർദ്ധിപ്പിച്ചാൽ ഫലസ്ത ബി മുസ്തക്സിരിൻ, അവൻ നീ വർദ്ധിപ്പിച്ചവനാവുകയില്ല. ഇല്ലാ മിനൽ ഹസ്രത്ത്, നിന്റെ ദുഃഖത്തിനെ അല്ലാതെ. വൈനിസ്തക്ലർത്ത അഥവാ നീ ഇതിനെ കുറച്ചാൽ ഫലസ്ത നീ അല്ല, തുഖഫിഫു നീ ലഘുവാക്കി കണക്കാക്കുന്നവനല്ല, ഇല്ലാ അൻ ലഹരിക നിന്റെ മുതുകിനെ തൊട്ടല്ലാതെ അതിനെ ഭാരമില്ലാതാക്കുന്നില്ല. അഥവാ നീ കുറയ്ക്കുകയാണെങ്കിൽ നിനക്ക് അത്രയും ഭാരം കുറഞ്ഞു കിട്ടും. വൈന്നമാ തക്സുറുൽ ഹയ്യാത്തു വൽ അകാരിബു, ഈ തേളുകളും പാമ്പുകളും തേളുകളും വർദ്ധിക്കുന്നത് ഫി ഖുബൂരിൽ അഗ്നിയായി, പണക്കാരുടെ ഖബറുകളിലാണ്. അല്ലദീന ഇസ്തഹബ്ബുൽ ഹയാത്തദ്ദുന്യ, അവർ ദുന്യവിയായ ജീവിതത്തിനെ ഇഷ്ടപ്പെട്ടു. അലൽ ആഖിറത്തി, ആഖിറത്തിനേക്കാൾ. ഫരിഹു ബി, അതിലവരിങ്ങനെ സന്തോഷിച്ചു. വത്മഅന്നൂരി, അവരതിൽ ആശ്വാസം കണ്ടെത്തി. അപ്പൊ അവർക്കാണ് കൂടുതൽ പാമ്പുകളൊക്കെ എത്തുന്നത്. നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫഹാദിഹി പറഞ്ഞത് മഖാമാത്തുൽ ഈമാനി, ഈമാനിന്റെ മക്കാമുകളാണ്. ഫി ഹയ്യാത്തുൽ ഖബരി, ഖബറിന്റെ തേളുകളിലും അകാരിബിഹി, പാമ്പുകളിലും അതിന്റെ തേളുകളിലും വിഷയത്തിലുള്ള ഈമാനിന്റെ മക്കാമാണ് ഈ പറഞ്ഞു. ഫി സാഇരി അൻവാഉൽ അദാബിഹി, ഖബറിന്റെ മറ്റ് അദാബിന്റെ ഇനങ്ങളിലുമുള്ള ഈമാൻ ഇങ്ങനെയാകണം. അതിനുള്ള 3 സ്റ്റെപ്പാണ് നമുക്ക് പറഞ്ഞു തന്നത്. റഅ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു കണ്ടു ഇബ്നൻ ലഹു, തന്റെ മകനെ സ്വപ്നത്തിൽ. അത് മാത്ത, അവൻ മരിച്ചുപോയ മകനെ ഫിൽ മനാമി, സ്വപ്നത്തിൽ കണ്ടു. ഫഖാല ലഹു, മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഉദ്നി, പൊന്നു മോനെ നീ എനിക്ക് ഉപദേശിക്ക്. ഖാല, ആ മകൻ പറഞ്ഞു, ലാ തുഖാലിഫില്ലാഹ, നീ താങ്കൾ പിതാവെ താങ്കൾ അങ്ങ് അള്ളാഹുവിനോട് എതിര് ചെയ്യരുത്. ഫീമാ യുരീദു, അള്ളാഹു ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ താങ്കൾ അള്ളാഹുവിനോട് എതിര് ചെയ്യരുത്. അള്ളാഹു എന്തുദ്ദേശിക്കുന്നു അതനുസരിച്ച് മുമ്പോട്ട് പോകണം. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ സിദ്നി, മോനെ അല്പം കൂടെ വർദ്ധിപ്പിക്കുക ഉപദേശം. ഖാല യാ അബത്തി ലാ തുത്തിയക്കു, അങ്ങേക്ക് കഴിവില്ല വർദ്ധിപ്പിക്കുകയാണ്. ഖാല കുൽ, മോനെ നീ പറയും. ഖാല, അദ്ദേഹം പറഞ്ഞു, ആ മകൻ പറഞ്ഞു, ലാ തജ്അൽ ബൈനക വ ബൈനല്ലാഹി ഖമീസ, താങ്കളുടെയും അള്ളാഹുവിന്റെ ഇടയിൽ ഖമീസിനെ ഇടരുത്, മറ വെക്കരുത് എന്നർത്ഥം. ഒരു മറയോ ഉണ്ടാവരുത്. ഒരുപാട് ഭൗതികമായ മറകൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വരും. അതിന് അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, താങ്കളുടെയും അള്ളാഹുവിന്റെ ഇടയിൽ ഖമീസിനെ ഇടരുത്. ആ ലാഹിർ കൊണ്ട് തന്നെ മഹാനായ അബൂ സഈദ് ഖുദരി അമൽ ചെയ്തു, സ്വപ്നത്തിൽ കണ്ടതനുസരിച്ച്. ഫമാ ലബിസ ഖമീസൻ, അദ്ദേഹം പിന്നെ ഖമീസ് ധരിച്ചില്ല. സലാസീന സനത്തൻ, 30 വർഷം. ഇതൊക്കെ പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന സൂഫി ചിന്തകളാണ്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു എത്ര കാലം ജീവിച്ചു എന്നൊക്കെ ഉള്ളത് ചരിത്രമൊക്കെ നോക്കേണ്ടതാണ്. ഫൈൻ കുൽത്ത, ഇപ്പൊ 3 അവസ്ഥയാണല്ലോ പറഞ്ഞത്. ഈ അദാബുൽ ഖബറുമായി ബന്ധപ്പെട്ട് 3 അവസ്ഥയാണ് പറഞ്ഞത്. 3 സ്റ്റെപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തത് വിശ്വാസപരമായ കാര്യമാണ്. നിന്റെ കണ്ണുകൾക്ക് കാണാനുള്ള കെൽപ്പില്ല, അതുകൊണ്ട് വിശ്വസിക്കുക. വിശ്വസിച്ചില്ലെങ്കിൽ വേറെ പലതും എടുത്തില്ലെങ്കിൽ നിന്റെ ഈമാന്റെ അവസ്ഥ അപകടമാകുമെന്ന് പറഞ്ഞു വെച്ചു. രണ്ടാമത് പറഞ്ഞ സ്വപ്നത്തിന്റെ കാര്യമാണ്. സ്വപ്നത്തിൽ നമ്മൾ പാമ്പും തേളും ഒക്കെ കാണുന്നത് പോലെ അത് ആ കാണുന്നവൻക്കേ ഉള്ളൂ, അടുത്തുള്ളവർക്ക് കാണാൻ പറ്റില്ല. അതുപോലെയാണെന്ന് ഖബറിന്റെ ശിക്ഷ എന്ന് പറഞ്ഞു വെച്ചു. മൂന്നാമത് പറഞ്ഞ് ഇവൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം തന്നെ പാമ്പും തേളും ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെടും. ഇവന്റെ സ്വത്തുവകകളും ഇവന്റെ മനസ്സിലെ ഭൗതികമായ പ്രീതികളെല്ലാം തന്നെ ശിക്ഷയായിട്ട് രൂപാന്തരപ്പെടും, അള്ളാഹുമായിട്ട് അകന്നതിന്റെ പേരിൽ എന്ന് പറഞ്ഞു വെച്ചു. ഫൈൻ കുൽത്ത, അപ്പൊ നീ ചോദിച്ചാൽ, ഫമസ് സഹീഹു മിൻ ഹാദിഹിൽ മുഖദ്ദിമാത്തി സലാത്തി, 3 സ്റ്റെപ്പുകളാണല്ലോ പറഞ്ഞ മുഖദ്ദിമകള്, അതിൽ ഏതാണ് ഏറ്റവും സഹീഹ് ഉൾക്കൊള്ളാൻ? ഫഅലം, നീ അറിയണം, അന്ന ഫിന്നാസ്, ജനങ്ങളിലുണ്ട്, മൻ ഒരു വിഭാഗം, ലം യസ്ബുത്ത് അയാൾ സ്ഥിരപ്പെടുത്തുകയില്ല, ഇല്ലൽ അവ്വല, ഒന്നാമത്തതിനെ അല്ലാതെ, അങ്കരമാവാ, ശേഷമുള്ളതിനൊക്കെ അയാൾ ഇൻകാർ ചെയ്യും. അതായത് ഈ സ്വപ്നത്തിൻ്റെതും ശേഷമുള്ളതും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആദ്യത്തെ മാത്രം വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു, അങ്ങനെ പറയുന്നവരുണ്ട്. ഒമിനും ജനങ്ങളിൽപ്പെട്ടവരാണ് മൻ ഒരു വിഭാഗം, അൻകറൽ അവ്വല, ആദ്യത്തത് എടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വാസ്ബത്ത സാനിയ, രണ്ടാമത്തേതിന് അദ്ദേഹം സ്ഥിരപ്പെടുത്തും.
സ്വപ്നത്തിൽ കാണുന്നത് പോലെ അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട്. ഒമിന്നുമല്ലം യുസ്ബിത്ത് ഇല്ല സാലിസ, മൂന്നാമത്തിനല്ലാതെ സ്ഥിരപ്പെടുത്തുകയില്ല. മൂന്നാമത്താണ് അവർക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ എളുപ്പം. വൈന്നമൽ ഹക്കു അല്ലത് ഇങ്കശഫലന, നമുക്ക് വെളിവായ ഹക്ക് ബി തരീഖിൽ ഇസ്തിബിസാർ, ഉൾക്കാഴ്ചയുടെ തരീഖിലൂടെ നമുക്ക് വെളിവായത് അന്ന കുല്ലതാലിക്, ഇതെല്ലാം ഫി ഹയ്യിസിൽ ഇംഗാനി, സാധ്യതയുടെ സ്ഥാനത്താണ്. ഇതിനെല്ലാം വെച്ചുകൊണ്ട് വേണം അതിനെ മനസ്സിലായി കാണും. സ്വപ്നത്തിൽ കാണുന്ന പോലെയാണോ? അങ്ങനെയാകാം. ലാഹിരിയുമാകാം. ഖബറിലെ ശിക്ഷ സ്വപ്നം കാണുന്ന പോലെയും ആകാം, ലാഹിറിലുമാകാം. അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ അവന് പാമ്പായിട്ട് മാറും, ഇതെല്ലാം ആകാം. അന്നമൻ ഒരാള് യുങ്കിറു, അയാൾ ഇൻകാർ ചെയ്യുന്ന ബാധ നൽകപ്പെട്ട ചിലതിനെ അവൻ ലിലീഖി ഹൗസലത്തി, അത് അങ്ങനെ ഇൻകാർ ചെയ്യുന്നത് ലിലീഖി ഹൗസലത്തി, അവനെ അതിന്റെ കൗശലം ഇടുങ്ങിപ്പോയതിന്റെ പേരിലാണ്, അഥവാ മനസ്സിലാക്കാനുള്ള കെൽപ്പ് അവന് കുറഞ്ഞു പോയതിന്റെ പേരിലാണ്. ജഹിലി, അവന്റെ അജ്ഞതയുടെ പേരിലുമാണ്. ബിത്തിസാ കുദറത്തില്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിന്റെ കുദറത്തിന്റെ വിശാലതയെക്കുറിച്ച് അവന് അല്പജ്ഞാനമേ ആയിപ്പോയി. അജാഇബി തദ്ബീരിഹി, അള്ളാഹുവിന്റെ തദ്ബീറിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, അള്ളാഹു എങ്ങനെയാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കെൽപ്പില്ലാതായിപ്പോയി. അപ്പൊ യുങ്കിറു, അവൻ ഇൻകാർ ചെയ്യും മിൻ അഫ്ആലില്ലാഹി തആല, അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽ നിന്നും. മാ യഅനസു ബിഹി വയരിഫുഹു, മാ ലം യഅനസ് ബിഹി വയരിഫുഹു, അവന് ഇണങ്ങാത്തതിനെല്ലാം അവൻ ഇൻകാർ ചെയ്യും. ഇന്നും അങ്ങനെ ഉണ്ടല്ലോ, ഖബർ ശിക്ഷ എന്ന് പറയുന്ന സാധനം ഇല്ല. ഖബർ ശിക്ഷയെ അംഗീകരിക്കുക എന്നുള്ളത് അത് പിന്നെ ആഖിറത്തിനെ നിരാകരിക്കലാണ്. ഒരു പിശാച് മുസ്ലിയാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഖബർ ശിക്ഷ എന്നൊന്നും ഇല്ല. എത്രയോ സഹിഹായ ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അതിന് ഇമാം ഗസാലി പറഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പിശാച് പറയുന്നതല്ല മനസ്സിലാക്കേണ്ടത്. പിശാചിന് തന്നെ പറയേണ്ടി വരും. അവനൊക്കെ അള്ളാഹ് ഹിദായത്ത് ഉദ്ദേശിക്കുന്ന അള്ളാഹ് ഹിദായത്ത് കൊടുത്ത് നേർമാർഗത്തിലാക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ ശിക്ഷ, അവന്റെ ശറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഈമാൻ ഇതുപോലുള്ള പിശാചുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. പോട്ടെ. വദാലിക ജഹലുൻ വ ഖുസൂറുൻ, ഇത് ഇൻകാർ ചെയ്യാന്നുള്ളത് അത് ജഹാലത്താണ്, അത് അവന്റെ വീഴ്ചയാണ്, അവന്റെ മനസ്സിൽ വന്ന. ബൽ മറിച്ച് അങ്ങനെ എന്നല്ല, ആദി തുറുക്കു സലാസത്തു, ഈ മൂന്നെണ്ണവും ഫി തഅദീബ്, തഅദീബിന്റെ വിഷയത്തിൽ മുംകിനത്തുൻ, ഇത് മൂന്നെണ്ണവും. ആദ്യത്തത് പറഞ്ഞു ശിക്ഷ വരും, നമുക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. വേറൊന്ന് പറഞ്ഞു സ്വപ്നത്തിലായിരിക്കും. അതെല്ലാം അവന്റെ അമലുകളുമെല്ലാം ഇങ്ങനെ ആകുന്നതാണ്, ഒരു വൈകാരിക അവസ്ഥയാണ്. ഇത് മൂന്നും ഉണ്ടാകാം. തസ്ദീഖു ബിഹാ വാജിബൻ, വിശ്വസിക്കൽ വാജിബാണ്. വറുബ്ബ അബ്ദിൻ യുആഖബു ബിനൗഇൻ വാഹിദിൻ മിൻ ഹാദാ, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇനം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന എത്രയോ അടിമകളാണ്. മിൻ ഹാദിൽ അൻവാഅ്, ഈ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ട്. വറുബ്ബ അബ്ദിൻ തുജ്മഉ അലൈഹി ഹാദിഹിൽ അൻവാഉ സലാസ, മൂന്ന് അവസ്ഥയും ഉണ്ടാകുന്ന അടിമകൾ എത്രയോ പേരുണ്ട്. നഊദു ബില്ലാഹി മിൻ അദാബില്ലാഹി ഖലീലിഹി വ കസീരിഹി, നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അവന്റെ ശിക്ഷയിൽ നിന്നും, കുറഞ്ഞ ശിക്ഷയിൽ നിന്നും കസീറായ ശിക്ഷയിൽ നിന്നും നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഹാദാ ഹുവൽ ഹഖ്, ഇതാണ് ഹക്ക്. അതുകൊണ്ട് ഫസദ്ദിഖ് ബിഹി, നീ ഇതിനെ വാസ്തവമാക്ക്. തഖ്ലീദൻ, അത് വേറെ തെളിവന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല, നിബിധങ്ങൾ പറഞ്ഞു തന്നാണ്. തഖ്ലീദ എന്ന നിലയിൽ വാസ്തവമാക്ക്. വയഇസ്സു അലാ ബസീത്തിൽ അർളി, ഭൂമിയിൽ കുറഞ്ഞിരിക്കുന്നു. മൻ യഅരിഫു ദാലിക തഹ്ഖീഖൻ, യഥാർത്ഥത്തിൽ ഇതിനെ അറിയുന്നവരെല്ലാം ഭൂമിയിൽ കുറഞ്ഞിരിക്കുന്നു. വല്ലദീ ഊസീക ബിഹി, ഞാൻ നിന്നോട് വസീയത്ത് ചെയ്യുന്ന കാര്യം, അല്ലാ തുക്സിറ നദറക, നിന്റെ ചിന്തയെ നീ വർദ്ധിപ്പിക്കേണ്ട. ഈ തഫ്സീല് ദാലിക, ഇതിന്റെ തഫ്സീൽ എങ്ങനെയാണ് ഖബറിന്റെ ശിക്ഷ, അത്തരം വിഷയത്തെ പറ്റി ഒരുപാട് ചിന്തിച്ച് വെടക്കാകണ്ട. വലാ തസ്തഖിൽ ബി മഅരിഫത്തിഹി, അതിന്റെ മഅരിഫത്തുമായി നീ ജോലിയാകണ്ട, നടക്കത്തുമില്ല. ബൽ മറിച്ച് ഇസ്തഖിൽ ബി തദ്ബീരി ഫി ദഫ്ഇൽ അദാബി, അദാബിനെ പ്രതിരോധിക്കുന്നതിനുള്ള തന്ത്രവുമായിട്ട് നീ മുമ്പോട്ട് പോവുക, ജോലിയാവുക. കൈഫമാക്കാൻ, അത് എങ്ങനെയാണെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ നീ കഴിഞ്ഞുകൂടുക. ഫൈൻ അഹ്മൽ തൽ അമല വൽ ഇബാദത്ത, നീ ഇബാദത്തിനെയും അമലിനെയും പാഴാക്കി. വസ്തഖൽത ബിൽ ബഹ്സി അൻ ദാലിക, ഇത്തരം ചർച്ചകളുമായി നീ ഇങ്ങനെ ജോലിയായി എന്നാൽ കുന്ത, നീ ആകും കമൻ, ഒരുത്തനെ പോലെ. അഖദഹു സുൽത്താൻ, സുൽത്താൻ അവനെ അറസ്റ്റ് ചെയ്തു. ഹബസ, അവനെ അറസ്റ്റ് ചെയ്ത് വെച്ചു. ലിയഖ്തഅയദഹു, അവന്റെ കൈ മുറിക്കാൻ. വെജ്ദഅ അൻഫ, മൂക്ക് ചൂഴ്ന്നെടുക്കാൻ. എന്നാൽ അപ്പൊ ഫാഖദ, അവൻ അങ്ങനെ അവനെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഫാഖദ തൂലൽ, രാത്രി മുഴുവൻ ഇങ്ങനെ അവൻ ചിന്തിച്ചു കഴിയുകയാണ്. യതഫക്കറു ഫി അന്നു ഹൽ യഖ്തഅഹു, സുൽത്താൻ എന്നെ മുറിക്കുന്നത് ബി സിക്കീനിൻ, ചെറിയ കത്തി കൊണ്ടാണോ, വലിയ നീളമുള്ള കത്തി കൊണ്ടാണോ, ഔ ബി സൈഫ്, അല്ല വാള് കൊണ്ടാണോ,
ഔബി മൂസ, അല്ലെങ്കിൽ പേനാക്കത്ത് പോലുള്ള ചെറിയ കത്തി കൊണ്ടാണോ? അവൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. വാഹമല തയ്യക്കൽ ഹൈരത്തി അസിലിൽ അദാബി, അസിൽ അദാബിന്റെ ദഫിലുള്ള ഹൈരത്തിന്റെ വഴിയെ അവൻ പാഴാക്കി. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുന്നവൻ ചിന്തിക്കുന്നില്ല. അന്നഫ്സി വഹാദാ ഗായത്തുൽ ജഹിലി, ഇത് അങ്ങേയറ്റത്തെ അജ്ഞതയാണ്. അപ്പൊ ഫക്കത് ഉലിമ അലൽ ഖത്ഇ, ഖണ്ഡിതമായ നിലയിൽ അറിയപ്പെട്ടിരിക്കുന്നു. അന്നൽ അബ്ദ, ഒരു അടിമ, ലാ യഖ്ലു ബഅദൽ മൗതി, മരണത്തിന് ശേഷം അവൻ മിൻ അദാബിൻ അദീം, അദീമായ അദാബിൽ നിന്ന് അവൻ ഒഴിവാവുകയില്ല. ഔ നഈമിൻ മുഖീം, അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിഅമത്തുകളെ തൊട്ട് ഒഴിവാവുകയില്ല. രണ്ടാലൊന്നും അവനുണ്ടാകും. അള്ളാഹു നമുക്കൊന്ന് രണ്ടാമത് പറഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഫയംബഗി അൻ യസ്കൂനൽ ഇസ്തിഅദാദു ലഹു, അതിനുവേണ്ടി തയ്യാറാകൽ അത്യാവശ്യമാകും. ഫഅമ്മൽ ബഹ്സു അൻ തഫ്സീലിൽ ഇഖാബി, ശിക്ഷയുടെ വിശദീകരണം കുറിച്ചുള്ള അന്വേഷണം അതെങ്ങനെയാണെന്നോ ഈ പറഞ്ഞത്. സവാബി, അത് ഫുദൂലിൻ, ആ അന്വേഷണം പാഴാണ്. തളിയഉ സമാനി, കാലഘട്ടത്തിനെ പാഴാക്കലുമാണ്, ജീവിതം പാഴാക്കലാണ്. അതിന്റെ പിറകെ പോകണ്ട. അള്ളാഹു റസൂൽ പറഞ്ഞു ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന്, അൽഹംദുലില്ലാ, അതിലങ്ങോട്ട് വിശ്വസിക്കുക. അള്ളാഹു റസൂൽ പറഞ്ഞു അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന്, അൽഹംദുലില്ലാ, അതിലങ്ങോട്ട് വിശ്വസിക്കുക. വെറുതെ വേണ്ടാത്ത ചിന്തയുമായിട്ട് പോകണ്ട, പാഴായി പോകുന്നു. മഹാനായ ഇമാം ഗസാലി, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.